CPM മുഖപത്രമായ ദേശാഭിമാനിയിലെ വാരാന്ത പതിപ്പ് വിവാദത്തിൽ വാരാന്ത പതിപ്പിന്റെ ചുമതലയുള്ള പത്രാധിപരോട് വിശദീകരണം തേടി റെസിഡന്റ് എഡിറ്റർ M. സ്വരാജ്. വാരാന്ത പതിപ്പിലെ ലേഖനത്തിന് കള്ളൻ വിജയൻ എന്ന് തലക്കെട്ട് നൽകിയതിനെ കുറിച്ചാണിത്. കള്ളൻ വിജയൻ എന്നറിയപ്പെടുന്ന നാടക പ്രവർത്തകനെ കുറിച്ചുള്ള ലേഖനത്തിന് അനുയോജ്യമായ തലക്കെട്ട് അതുതന്നെയായിരുന്നെന്നും ലേഖകൻ നൽകിയ തലക്കെട്ട് അതേപടി ഉപയോഗിച്ചെന്നുമുള്ള വിശദീകരണമാണ് നൽകിയത്. ലേഖനത്തിലോ തലക്കെട്ടിലോ പാർട്ടി വിരുദ്ധമായി ഒന്നും ഉണ്ടായിരുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടി. VSനെ കുറിച്ചുള്ള അനുസ്മരണ കവർ സ്റ്റോറി ഉൾപ്പെടുന്ന വാരാന്ത പതിപ്പ് ഞായറാഴ്ച പ്രസിദ്ധീകരിക്കാനിരുന്നതിന് സാങ്കേതിക പിഴവാണെന്നാണ് സ്വരാജ് മാധ്യമങ്ങളോട് വിശദീകരിച്ചിരുന്നത്. പ്രസിൽ അച്ചടിയുമായി ബന്ധം ഉൾപ്പെടെയുള്ള പ്രശ്നമുണ്ടായെന്നും ന്യായീകരിച്ചിരുന്നു. പുറമേക്ക് പറയുന്ന വിവാദത്തിന് വിരുദ്ധമാണ് ലേഖനത്തെ ചൊല്ലി വാരാന്ത പതിപ്പിന്റെ ചുമതലക്കാരനോട് വിശദീകരണം തേടിയ നടപടി. അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നാണ് വിവരം. ഒരു ദിവസം വൈകി ഇന്നലെ വാരാന്ത പതിപ്പ് പുറത്തിറങ്ങിയത് ഈ ലേഖനം ഒഴിവാക്കിയാണ്. നാളെ ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ M. സ്വരാജ് വിവാദത്തെക്കുറിച്ച് വിശദീകരിക്കും. അതേസമയം അച്യുതാനന്ദന്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് മുഴങ്കുന്നിപ്പൊഴിയും ആ കടലറമ്പം എന്ന പേരിൽ ഈ സ്മരണിക പതിപ്പ് പുറത്തിറക്കിയത്. IANS പറയുന്നതനുസരിച്ച് അദ്ദേഹത്തിന്റെ മുൻ പ്രസ് സെക്രട്ടറി KV സുധാകരൻ ഉൾപ്പെടെ നിരവധി എഴുത്തുകാരുടെ ഓർമ്മകൾ ഇതിൽ ഉൾക്കൊള്ളുന്നു. കൂടാതെ സപ്ലിമെന്ററി മുൻ പിൻ പേജുകളിൽ അനുസ്മരണ സവിശേഷതകൾ നിറഞ്ഞിരിക്കുന്നു. ഇംഗ്ലീഷിൽ കള്ളൻ വിജയൻ എന്ന വിളിപ്പേര് വരുന്ന കള്ളൻ വിജയൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പുല്ലമ്പാറയിലെ പ്രശസ്ത നാടക പ്രവർത്തകനായ വിജയനെ കുറിച്ചുള്ള കള്ളൻ വിജയൻ ധന്യ നാടക ഗ്രാമം മുത്തിപ്പാറ PO എന്ന ഫീച്ചറാണ് വിവാദത്തിന് കാരണമായത്. VS അച്യുതാനന്ദന്റെ സ്മാരകം 1ാം പേജിൽ പ്രദർശിപ്പിക്കുകയും പിൻ പേജിൽ കള്ളൻ വിജയൻ എന്ന ധീരമായ തലക്കെട്ട് ഉൾപ്പെടുത്തുകയും ചെയ്യുന്നത് രാഷ്ട്രീയ പരിഹാസത്തിനും മനഃപൂർവമായ ദുർവ്യാഖ്യാനത്തിനും കാരണമാകുമെന്ന് വാദിച്ചുകൊണ്ട് എഡിറ്റോറിയൽ ടീമിലെ അംഗങ്ങൾ ലേഔട്ടിലെ എതിർത്തതായി വൃത്തങ്ങൾ IANSനോട് പറഞ്ഞു. ഈ സംക്ഷിപ്ത പരാമർശം അന്തരിച്ച കമ്മ്യൂണിസ്റ്റ് ശക്തനെ അപമാനിക്കുന്നതായി ചിത്രീകരിക്കപ്പെടുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു. അഭിപ്രായ വ്യത്യാസം എഡിറ്റോറിയൽ തർക്കത്തിലേക്ക് നീങ്ങിയതായും അവസാന നിമിഷം അച്ചടി നിർത്തിവെക്കുകയും ഞായറാഴ്ച പ്രസിദ്ധീകരിക്കാൻ നിശ്ചയിച്ചിരുന്ന വാരാന്ത്യ സപ്ലിമെന്റിന്റെ പതിപ്പ് മാറ്റിവെക്കുകയും ചെയ്തതായും റിപ്പോർട്ടുണ്ട്. സാങ്കേതിക പ്രശ്നങ്ങൾ മൂലമാണ് കാലതാമസം ഉണ്ടായതെന്ന് ദേശാഭിമാനി വാദിച്ചെങ്കിലും കള്ളൻ വിജയനെ കുറിച്ചുള്ള ഒരു ലേഖനവും തയ്യാറാക്കിയിട്ടില്ലെന്ന് റെസിഡന്റ് എഡിറ്റർ M. സ്വരാജ് നിഷേധിക്കുകയും എഡിറ്റോറിയൽ തർക്കത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമാണെന്ന് തള്ളിക്കളയുകയും ചെയ്തു. എന്നിരുന്നാലും പത്രത്തിന്റെ നിലപാടിനെ കള്ളൻ വിജയൻ തന്നെ വെല്ലുവിളിച്ചു. ദേശാഭിമാനി പ്രതിനിധികൾ തന്നെ ബന്ധപ്പെടുകയും തന്റെ ജീവിതത്തെയും പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള വിശദാംശങ്ങൾ ശേഖരിക്കുകയും ഒരു ഗ്രൂപ്പ് ഫോട്ടോ ആവശ്യപ്പെടുകയും ചെയ്തതായി നാടക പ്രവർത്തകൻ പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്തു. ലേഖനം വാരാന്ത്യ സപ്ലിമെന്റിൽ വരുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഒടുവിൽ അത് ഉപേക്ഷിച്ചതിന് ശേഷം വിശദീകരണമൊന്നും ലഭിച്ചില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തിന്റെ പ്രസ്താവന പത്രത്തിന്റെ ഔദ്യോഗിക നിലപാടിന് നേരിട്ട് വിരുദ്ധമായിരുന്നു. കൂടാതെ എപ്പിസോഡ് എങ്ങനെ കൈകാര്യം ചെയ്തു എന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വർദ്ധിപ്പിച്ചു. തിങ്കളാഴ്ച പുറത്തിറങ്ങിയ പതിപ്പിൽ VS അച്യുതാനന്ദനെ കുറിച്ചുള്ള അനുസ്മരണ പാക്കേജ് മാത്രമേ ഉള്ളൂ. അതേസമയം കള്ളൻ വിജയനെ കുറിച്ചുള്ള ലേഖനം പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു. വിവാദത്തെക്കുറിച്ച് CPIM ആഭ്യന്തര അന്വേഷണം നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി IANS റിപ്പോർട്ട് ചെയ്തു. അതേസമയം ദേശാഭിമാനി അധികൃതർ അവസാന നിമിഷം അതിന്റെ വിതരണം നിർത്താൻ തീരുമാനിക്കുന്നതിന് മുൻപ് തന്നെ സപ്ലിമെന്റ് അച്ചടിച്ചിരുന്നുവെന്നും ആന്തരിക സ്രോതസ്സുകളെ ഉദ്ധരിച്ച് സ്റ്റേറ്റ്സ്മാൻ റിപ്പോർട്ട് ചെയ്തു. മുൻ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചുള്ള പരാമർശമായി വ്യാഖ്യാനിക്കപ്പെടാമെന്നതിനാൽ കള്ളൻ വിജയൻ എന്ന തലക്കെട്ട് രാഷ്ട്രീയമായി സെൻസിറ്റീവായി കാണപ്പെട്ടുവെന്നും റിപ്പോർട്ട് അവകാശപ്പെട്ടു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.